നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും കൂടെ ഈ ബലി അർപ്പിക്കാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിലെ കത്തോലിക്ക സഭ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടെ ഈ ബലിവേദിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള പ്രാധാന്യങ്ങളോടുകൂടിയാണ് നാം ഒത്തുകൂടിയിരിക്കുക. കേരള സഭ നവീകരണ കാലഘട്ടത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള സമാപനം ഇന്ന് കുറിക്കുകയാണ്. ഒരു സിനഡാത്മ സഭയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച കൂട്ടായ്മയും പങ്കാളിത്തവും പ്രേക്ഷിത ദൗത്യവും ഉൾക്കൊണ്ടുകൊണ്ട് കേരള സഭ നവീകരണത്തിനായിട്ട് ആഹ്വാനം ചെയ്തു. ഈ നവീകരണത്തിന്റെ ഈ സമാപന വേളയിൽ ലിയോ മാർപ്പാപ്പ ഇറക്കിയ പാത്വേസ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഫേസ് ഓഫ് സിനഡ് ഈ പ്രമാണരേഖയിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് നടക്കാം, പരസ്പരം കേൾക്കാം, ആത്മാവിന്റെ പ്രചോദനത്താല് ദൈവത്തിന്റെ വഴി തിരിച്ചറിഞ്ഞ് ഐക്യത്തിലും കൂട്ടായ്മയിലും പങ്കാളിത്തത്തിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും സമ്പന്നരായിട്ട് നമുക്ക് മുന്നേറാം. ഇതോടൊപ്പം തന്നെ ഈ ഒരു വർഷം ക്രിസ്തു ജയന്തി 2K25 നാം ആചരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലി. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തില് നാം ചരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സമാപന ശുശ്രൂഷയുടെ കാലഘട്ടത്തില് ഡിലെക്സിറ്റ് നോസ് എന്ന പ്രമാണരേഖ ഇറക്കിയുണ്ടായി. അവൻ നമ്മെ സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹത്തിന്റെ കാതല് മനസ്സിലാകാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ലിയോ മാർപ്പാപ്പ അതിന്റെ തുടർച്ചയായിട്ട് ഇറക്കി ഡിലെക്സീത്തെ, ഞാൻ നിന്നെ സ്നേഹിച്ചു. ഈശോ മിശിഹായിലൂടെ നമ്മിലേക്ക് ചൊരിയുന്ന സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണം നാം സഹോദരനിലേക്ക് സ്നേഹം പകർന്നു കൊടുക്കണം. പാപ്പ ഓർമ്മിപ്പിക്കുകയായിരുന്നു, പ്രത്യാശയുള്ള ഹൃദയങ്ങൾക്ക് സ്നേഹിക്കുന്ന കരങ്ങളോടെ ചരിക്കാനായിട്ടാകും. ഈ ബലിയിൽ നാം ഒന്നിച്ചുകൂടി ഈ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് നടക്കാം, പരസ്പരം കേൾക്കാം, ആത്മാവിന്റെ പ്രചോദനങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ച് മുന്നേറാം. ഈശോ മിശിഹായുടെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് let us try to be a new way of being church. ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ കരളില് നല്ല കനലും കാലില് നല്ല ചിറകും കണ്ണില് നല്ല കനിവും കയ്യിൽ നല്ല നന്മയും നാവിൽ നല്ല സത്യവുമായിട്ട് മുന്നേറാം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ബലി അർപ്പിക്കാം. അങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് പ്രേക്ഷിത ചൈതന്യത്താൽ നിറഞ്ഞ് കൂട്ടായ്മയിൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ബലി അർപ്പിക്കാം.